ലേക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ബീട്രൂട്ട് തോരൻ വെക്കാമെന്നായിരുന്നു പ്ലാനിങ്. അപ്പോൾ അതിനായിട്ട് ഇന്നത്തെ ഉച്ചയ്ക്ക് ഉള്ള ഊണിനുള്ളതാണ്. അപ്പോൾ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, കാന്താരി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, അതുപോലെ തന്നെ തേങ്ങയെല്ലാം തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ചോപ്പറിലോട്ടിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ബീട്രൂട്ടും കഷ്ണങ്ങളാക്കിയതും നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നമുക്കിട്ടൊന്ന് ആദ്യം ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ഇട്ടാൽ രാവിലെ ഇപ്പോൾ ചോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടിയും ജീരകവും തേങ്ങയും കൂടെ ഇട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇത് പിന്നെ എല്ലാവരും വീടുകളിൽ ഒട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തയ്യാറാക്കുന്ന വിധത്തിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൽ കടുവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തോരൻ്റെ കൂട്ടിലാണ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കരുത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചിലതൊക്കെ വെള്ളമൊക്കെ ചേർത്ത് വയ്ക്കും, പക്ഷേ ഇത് വെള്ളം ഇറങ്ങുന്നൊരു സാധനമാണ്. കാരണം ഇത് പിന്നെ ഇതുണ്ടല്ലോ, പാവയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ അമരയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ചെറിയ തീയിലിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ചെറിയ തീയിൽ ഒരു തുള്ളി പോലും ഞാൻ വെള്ളം വീതിയിട്ടില്ല. അപ്പോൾ ഇനി അത് ചെറിയ തീയിൽ കിടണം, നല്ലതുപോലെ വെന്ത് വരണം നല്ലതുപോലെ. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളാംശങ്ങളുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുപോലെ ആയിരിക്കും എല്ലായിടവും ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും.